ഏകദേശം 48 വർഷങ്ങൾക്ക് മുമ്പാണ് വോയേജർ 1 എന്ന് പറയുന്ന പേടകം മനുഷ്യൻ വിക്ഷേപിച്ചത്. 61,000 കിലോമീറ്റർ പെർ അവറിൽ അത് സഞ്ചരിക്കും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് 17 കിലോമീറ്റർ ദൂരം അതിന് സഞ്ചരിക്കാൻ കഴിയും സ്പേസിൽ കൂടെ. ഇപ്പം നിലവിൽ നമ്മൾ അങ്ങോട്ട് ഒരു സിഗ്നൽ വിടുകയാണെങ്കിൽ ഏകദേശം 23 മണിക്കൂർ എടുക്കും ഈ സിഗ്നൽ അവിടെ എത്താൻ. അവിടുന്ന് ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ വീണ്ടും 23 മണിക്കൂർ എടുക്കും. റേഡിയോ സിഗ്നൽസ് ആണ് വിടുന്നത്. അത് റേഡിയോ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്പീഡിന്റെ വേഗത്തിലാണ് അത് സഞ്ചരിക്കുക. ലൈറ്റ് സ്പീഡ് അറിയാലോ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. അത്രയും വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും 23 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വോയേജർ 1 ഒരു ലൈറ്റ് ഡേ പോലും സഞ്ചരിച്ചിട്ടില്ല. ഒരു ലൈറ്റ് ഡേ എന്ന് പറഞ്ഞാൽ 25.9 ബില്യൺ കിലോമീറ്റർ ആണ്. നമ്മൾ എത്തിയിട്ടുള്ളത് 24.9 ബില്യൺ കിലോമീറ്റർ മാത്രമാണ്. ഞാനെന്താ ഇപ്പം ഇതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ സ്പേസിന്റെ വാസ്റ്റ്നെസ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പറയാം ഇത്ര ബില്യൺ കിലോമീറ്റർ, ഇത്ര ബില്യൺ സ്റ്റാർസ് ഉണ്ട്, ഇത്ര ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ദൂരമാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്കത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് നമ്പേഴ്സിൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇത്രയും വലിയ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് വെറും ഒരു കോസ്മിക് ഡസ്റ്റ് മാത്രമാണ്.